ഹേ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് നടികർ മൂവി കണ്ടേക്കുവാണ്. ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ. എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റൂല തിയേറ്ററിലിരുന്ന്. അത്രയും മൂള പടമാണ് ഗൈസ് എടുത്ത് വെച്ചേക്കണേ. എൻ്റെ അടുത്ത് ഈ പടം ഒറ്റ സെൻറ്റൻസ് എന്താ പറയാൻ എനിക്ക് അഭിപ്രായമുള്ളതെന്ന് ചോദിച്ചാൽ, എന്തിനോ തിളയ്ക്കണ ഒരു പടം ആദ്യം മുതൽ അവസാനം വരെ. അതാണ് എനിക്ക് ഈ പടത്തിനെക്കുറിച്ച് പറയാനുള്ളൂ. നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് യാതൊരു രീതിയിലുള്ള വിചാരങ്ങളും തരാതെ ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെയോ കാണിക്കണം. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയ അപരാധിച്ച് വെച്ചിട്ട് പടം നിർത്തി വെച്ചേക്കണം. പടം തീർന്നു. അത് ആ അപരാധം കഴിഞ്ഞിട്ട് ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ. അത് പടം തീർന്നു. അപ്പോഴാണ് എനിക്കൊരു സമാധാനം. എനിക്ക് മാത്രമല്ല, തിയേറ്ററിലുള്ള എല്ലാവർക്കും സമാധാനമായെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് എനിക്കത് മനസ്സിലാക്കി. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ അത് നമുക്ക് മനസ്സിലാവും ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ പടത്തിനെക്കുറിച്ച് പറയാം. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വളരെ വേഗം എന്നാണ് ഇൻ്റർവെൽ ആയത്. നമ്മൾ ടൈമൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ പോയേക്കണു. പക്ഷേ ആ 1 മണിക്കൂർ പോകണമെന്ന് നമ്മളറിയില്ല. നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ അതിനും കൂടിയും കൂട്ടിയുള്ളത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ നല്ല ലാഗ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിൻ്റെ സീൻ ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ ഉടുക്കത്തെ ലാഗ് എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ ലാഗാണ് നമുക്ക് കിട്ടണേ. എൻ്റെ പൊന്നെ, നമ്മൾ ഇങ്ങനെ തല കൈവച്ച് ഈ അവരതൊന്ന് തീർന്നു കഴിഞ്ഞാൽ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അമ്മാതിരി ലാഗാണ് ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസിൽ എടുത്തു പറയേണ്ടത്. ഭയങ്കര ലാഗ്. പിന്നെ ഇതിൽ ഭാവനയ്ക്ക് ആകെ ഉള്ളത് ഒരു 10 ഡയലോഗ് തികച്ചില്ല ഈ സിനിമയിൽ. അതുപോലെ തന്നെ 2-3 ഷോട്ടിലോ ആണ് ഭാവന ഉള്ളൂ. വന്നതെല്ലാം നല്ലപോലെ വെറുപ്പിച്ചിട്ടുണ്ട്. ആകെ ഒരു വലിയൊരു ഷോട്ടുണ്ട് പുള്ളിക്കാരത്തിക്ക്. അതിലൊക്കെ നല്ലപോലെ വെറുപ്പിലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തിനാണ് ഭാവനയെ കൊണ്ടുവന്നതെന്ന് ഡയറക്ടറായ മറ്റേ ജൂനിയർ ലാലിന് പോലും അറിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ നമ്മുടെ ടൊവിനോ എല്ലാ സിനിമയിലുള്ള അഭിനയമൊക്കെ പോലെ തന്നെയാണ് ഇതിൽ അഭിനയിച്ചത്. സൗബിനാണെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. ഫുൾ ടൊവിനോ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ സെലിം കുമാറിൻ്റെ മോൻ, പുള്ളി വന്നിട്ട് ഇടയ്ക്ക് ഇച്ചിരി കോമഡിയൊക്കെ പറഞ്ഞു. ചില കോമഡി എപ്പോഴൊക്കെയോ വന്നാലായി. ബാക്കിയുള്ള സമയത്തൊക്കെ ഒരു ബന്ധമില്ല. നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പം ഒരു വികാരമില്ലാതെ ഇങ്ങനെ ഇരുന്നൊരു പടം കാണില്ലേ, ആ ഒരു ഫീലാണ് ഈ പടം ഉടനീളം നമുക്ക് കിട്ടണമെന്നാണ് എനിക്ക് തോന്നിയേക്കണത്. എൻ്റെ മാത്രം അഭിപ്രായമല്ല, എൻ്റെ കൂട്ടുകാർ അടുത്തുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോഴും അവരൊരു വികാരമില്ലാതെ ഇങ്ങനെ ഇരിപ്പായിരുന്നു പണി. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ നടികർ എന്ന സിനിമ പേരിനോട് 1% പോലും യോജിക്കാത്ത രീതിയിലുള്ള സ്റ്റോറി ലൈനാണ് എഴുതി വെച്ചേക്കണേ. ഈ സ്റ്റോറി പിന്നെ എന്താണ്, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സ്റ്റോറി പറയുന്നത്. പക്ഷേ പടം വളരെ 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 മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മോശം എന്നല്ല, ഒരു വികാരം തരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തെങ്കിലും ഒരു വികാരം വേണ്ടേ? ഒന്നുമില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് സീനായപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള ഒരു വികാരം മാത്രമാണ് നമുക്ക് തോന്നിയുള്ളൂ ഈ സിനിമ മൊത്തം കണ്ടിട്ടെ. പിന്നെ എനിക്ക് ഈ പടത്തിൽ ആകെ ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മുടെ ടൊവിനോയുടെ ഡ്രസ്സാണ്. ഡ്രസ് സെൻസ് ഭയങ്കരമാണ് ഈ സിനിമയിൽ. നല്ല ട്രെൻഡിങ് ഡ്രസ്സ്. ഈ സിനിമയിലെ കുറേ ഡ്രസ്സൊക്കെ ട്രെൻഡിങ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രസമായിരുന്നു ടൊവിനോയുടെ ഡ്രസ്സിങ് സ്റ്റൈലും അതിനോട് മാച്ചിങ് ഉള്ള ഷൂസും. അതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്കത് മാത്രമാണ് ഈ സിനിമയിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പടത്തിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇത് OTT വരുമ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇരുന്ന് ഈ പടം കാണുക. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ മസ്റ്റ് OTT വാച്ചബിൾ എന്ന് പോലും പറയില്ല. എനിക്ക് അത്രയ്ക്ക് ശോകമായിട്ടാണ് പടം തോന്നിയത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നണം എന്നില്ല. നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ പടം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.